തൃപ്തികരമാണോ അല്ലയോ, ആർക്ക് തൃപ്തികരമെന്ന് സംശയം ചോദിച്ചതുകൊണ്ടുള്ള മറുപടിയാണ് ഈ ചോദ്യത്തിലുള്ളത്. തൃപ്തികരമല്ല എന്ന് പറയുന്നത് പ്രതിപക്ഷമാണ്. രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. ഒന്ന്, നിങ്ങൾ പറയുകയുണ്ടായി മാനേജ്മെൻറ്റുകളുമായി ധാരണയിലെത്തിയെന്ന്. ആ ധാരണയിലെത്തിയതൊരു പ്രത്യേക സാഹചര്യമാണെന്നും പറഞ്ഞു. പക്ഷേ പ്രതിപക്ഷം പറയുന്നത് ഒറ്റയടിക്ക് 65,000 കൂട്ടിയിരിക്കുന്നത് എന്ന് വെച്ചാൽ 35.14% ഒറ്റയടിക്ക് വർദ്ധിച്ചിരിക്കുന്നു ഫീസ് ഇനത്തിൽ. കഴിഞ്ഞ 5 വർഷമായി UDF ഗവൺമെൻറ് ഭരിക്കുമ്പോൾ വന്ന വർധനവ് 47,000 രൂപ, 6.81%. 6.81 നിന്ന് 35.14 എത്തിച്ച സാഹചര്യം എന്ത് എന്ന് മന്ത്രി വിശദീകരിക്കണം. രണ്ടാമത്തെ അവരുടെ വിമർശനം എന്നത് അങ്ങ് പറയുകയുണ്ടായി സുപ്രീം കോടതി വിധി എന്താകുമെന്നറിയില്ല എന്ന്, അതുകൊണ്ട് മാനേജ്മെൻറ്റുകളുമായി ചർച്ചയ്ക്ക് പോയി എന്ന്. മധ്യപ്രദേശ് എന്ത് ചെയ്തുവെന്ന് കൂടി മിനിസ്റ്റർ വിശദീകരിക്കണം. അതെ, ഇതിൽ കേരളം മാത്രമാണ് ഈ 50% മെറിറ്റ് സീറ്റ് സർക്കാരിന് വിട്ടുതരണമെന്ന് പറയുന്നത്. മറ്റൊരു സ്റ്റേറ്റിലും ഇത്തരത്തിലുള്ള ഒരു നിബന്ധനയില്ല. 50% മെറിറ്റ് സീറ്റ് വിട്ടുകിട്ടണമെന്ന് പറയുന്നത് വെറുതെയല്ല. അത്രയും കുട്ടികൾക്ക് കുറച്ച് കുറഞ്ഞ നിരക്കിൽ പഠിക്കാൻ അവസരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ UDF പറഞ്ഞല്ലോ ഞങ്ങൾ വല്ലാണ്ട് വർദ്ധിപ്പിച്ചു കളഞ്ഞു എന്നുള്ളത്. കഴിഞ്ഞ തവണ 6 മെഡിക്കൽ കോളേജുകൾ സർക്കാരുമായി ധാരണയില്ലാതെ പുറത്തുനിന്ന് അവർക്ക് തോന്നിയ ഫീസ് ഈടാക്കുകയാണ് ചെയ്തത്. 600 സീറ്റുകളിൽ 15 ലക്ഷം രൂപ വരെ വാങ്ങിയിട്ട് അത് കണ്ടമട്ട് നടിക്കാതിരുന്ന UDF ഗവൺമെൻറ്റാണ് പറയുന്നത്. ഞങ്ങൾ ഈ 2,50,000 എന്ന ഫീസ് വന്നപ്പോൾ കുറച്ച് കുട്ടികൾക്ക് പ്രയാസം ഉണ്ടാകും. പക്ഷേ പലർക്കും ഈ മെറിറ്റിൽ വരുന്നവർക്ക് അത് വളരെ താങ്ങാൻ കഴിയാത്തൊരു ഫീസാണെന്ന് പറയാൻ സാധിക്കില്ല. ആ 2.5 ലക്ഷത്തിൽ വരുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആകെ 800 സീറ്റാണ് ഈ സബ്സിഡൈസ്ഡ് സീറ്റായി കിട്ടിയിരുന്നെങ്കിൽ ഇത്തവണ 1,225 സീറ്റ് കിട്ടി. ഞാൻ അസംബ്ലിയിൽ സംസാരിക്കുമ്പോൾ 1,150 സീറ്റായിരുന്നു. ഇപ്പോൾ KMCTക്ക് കൂടി അവരുടെ സീറ്റിന് അംഗീകാരം കിട്ടിയപ്പോൾ അതിൽ 75 സീറ്റ് കൂടി വിട്ടുകിട്ടിയിട്ടുണ്ട്. അത് ചേരുമ്പോൾ 1,225 മെറിറ്റ് സീറ്റ് കിട്ടി. പ്രതിപക്ഷ നേതാവ് അടക്കം അസംബ്ലിയിൽ പറഞ്ഞത് ഒരു സീറ്റിന് 1 കോടി രൂപ വെച്ചിട്ട് മാനേജ്മെൻറ്റ് വാങ്ങുന്നുവെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളിപ്പം വർദ്ധിപ്പിച്ചിട്ടുള്ള 350 സീറ്റ് ഇവിടെ വർദ്ധിച്ചു വന്നില്ലായിരുന്നെങ്കിൽ 350 കോടി അവർക്ക് വാങ്ങാനുള്ള അവസരമായിരുന്നല്ലോ. അവിടെ ആ 350-ൽ 2,50,000 കൊണ്ട് ഗുണിച്ചാലും 2.5 കോടി രൂപയുടെ മാറ്റാനുണ്ടാവുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് ഇത്രയധികം ഉപകാരമുള്ള കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ കരാർ ഒപ്പിട്ടത് കൊണ്ട് മാത്രമാണ് 1300-ാമത്തെ റാങ്ക് ലിസ്റ്റ് 1300-ാമതുള്ള എനിക്ക് MBBS സീറ്റിൽ പ്രവേശനം അതിനുള്ള മറുപടി പ്രതിപക്ഷം പറയട്ടെ. ഒരു നിമിഷം, അതിനുള്ള മറുപടി പ്രതിപക്ഷം പറയട്ടെ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം ബാക്കി കിടക്കുകയാണ്. നിങ്ങൾ പറയുകയുണ്ടായി ഹൈക്കോടതിയിൽ മാനേജ്മെൻറ്റുകൾ പോയി, അവിടെ നമുക്ക് തിരിച്ചടി ഉണ്ടായി, അതുകൊണ്ട് പിന്നെ ധാരണയിലേക്ക് പോകാൻ തീരുമാനിച്ചുവെന്ന്. ഒരു ഉറച്ച തീരുമാനത്തിൻ്റെ അഭാവം ഈ സർക്കാരിനുണ്ട് എന്നല്ലേ അത് സ്ഥാപിക്കുന്നത്? അതാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് സഭയിലും ഉന്നയിച്ചത്. ഇപ്പം മധ്യപ്രദേശ് ഏകീകൃത കൗൺസിലിംഗിലേക്ക് തന്നെയാണ് പോയത്. അവിടുത്തെ കോടതി, ഒരു നിമിഷം, അവിടുത്തെ കോടതി വിധി എതിരായിരുന്നു. സുപ്രീം കോടതിയിലേക്ക് പോയി അനുകൂല വിധി കിട്ടിയിട്ടില്ലേ? മുംബൈ ഹൈക്കോടതിയുടെ വിധി മഹാരാഷ്ട്ര സർക്കാരിൻ്റെ നിലപാടിനെതിരായിരുന്നു. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? സുപ്രീം കോടതിയല്ലേ. നാളെ പ്രതീക്ഷാപൂർവ്വം അങ്ങുൾപ്പെടെ കാത്തിരിക്കുന്നത് ഈ മഹാരാഷ്ട്രയുടെയും മധ്യപ്രദേശിൻ്റെയും നിയമയുദ്ധമല്ലേ. അവിടെ കേരളത്തിൻ്റെ അഭാവം എന്തുകൊണ്ടുണ്ടായി? ഇതിൽ മഹാരാഷ്ട്രയിലും കർണാടകയിൽ മാനേജ്മെൻറ്റിൻ്റെ അസോസിയേഷൻ തീരുമാനിച്ചത് അവർ നമ്മൾ പറയുന്ന പോലെ 25,000-ന് പഠിപ്പിക്കുകയല്ല, ഒരു ഏകീകൃത ഫീസാണ്. ഇവിടെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിന് കഴിഞ്ഞ UDF ഗവൺമെൻറ് നിശ്ചയിച്ചു കൊടുത്തത് ഏകീകൃത ഫീസാണ്. എല്ലാ സീറ്റിലേക്കും ഒരേ ഫീസാണ്. അവിടെ 25,000 എന്ന് പറയുന്ന കുറവില്ല. എന്നിട്ട് ഒരേ ഫീസ് വാങ്ങിയിട്ട് വളരെ ദരിദ്രരായിട്ടുള്ള കുട്ടികൾക്ക് സബ്സിഡി കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 25,000 രൂപക്ക് പഠിക്കാൻ കഴിയുന്ന കുട്ടികളുടെ എണ്ണം കൂടുകയാണ്. കേരളത്തിൽ UDF ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. അപ്പോഴും ആ ചോദ്യം ബാക്കി കിടക്കുന്നു. നിയമയുദ്ധത്തിന്റെ സാധ്യതകൾ ഉണ്ടായിരുന്നു കേരളത്തിന്. ഞാൻ തിരികെ എത്താം. അതിനു മുമ്പ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രധാനപ്പെട്ട ചോദ്യം ശ്രീമതി ശൈലജ ഇന്ന് നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ ഉന്നയിക്കുന്നത് ഈ കാര്യമാണ്. 6 സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെൻറ്റുകളെ അവരുടെ തോന്നിയവാസത്തിന് വിട്ട സർക്കാരായിരുന്നു നിങ്ങളുടേത്. ഒരു തരത്തിലുള്ള മെറിറ്റും പാലിക്കുകയുണ്ടായിട്ടില്ല. പ്രവേശനത്തിന് ഒരു തരത്തിലുള്ള ഒപ്പിടാനും വരികയുണ്ടായില്ല. 15 ലക്ഷം വരെ വാങ്ങുകയും ചെയ്തു. ആ ആക്ഷേപത്തിനുള്ള മറുപടി? ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിലൊരു വ്യക്തിയെ ചുറ്റിപ്പറ്റിയുള്ളതാണെന്നോ ആ വ്യക്തിക്കെതിരായിട്ടുള്ളതാണെന്നോ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ചോദിക്കട്ടെ, ശൈലജ ടീച്ചർ എന്തിനാ ഇത്ര വാശി പിടിച്ച് മാനേജ്മെൻറ്റിൻ്റെ വാദം പറയുന്നത്? ഇതൊക്കെയാണ് മാനേജ്മെൻറ്റിൻ്റെ വാദം. ആ മാനേജ്മെൻറ്റിൻ്റെ വാദം എന്തിനാണ് ഇങ്ങനെ ഒരു ശ്വാസം വിടാത്ത മാതിരി നമ്മുടെ ശൈലജ ടീച്ചറിനെ പോലെ ഒരാൾ പറയുന്നത് എന്തിനാ? അപ്പം മനസ്സെവിടെ നിൽക്കുന്നു? ടീച്ചർ പറയുന്ന ഒരു കാര്യമുണ്ട് ശ്രീ തിരുവഞ്ചൂർ,
എങ്ങനെ നമുക്ക് സർക്കാർ ഫീസിൽ കൂടുതൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ കഴിയും? അതിൽ വിജയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ. ആ കണക്കിലൊരു വ്യത്യാസം. നിങ്ങൾ ആ കണക്കിനെ ഖണ്ഡിക്കുന്നത് ഇങ്ങനെയാണ്. കൂടുതൽ സീറ്റ് ഇപ്പോൾ വന്നല്ലോ, ഉയർന്ന ഫീസ് കൊടുത്തപ്പോൾ, ഉയർന്ന ഫീസ് സമ്മതിച്ചപ്പോൾ. അതുപോലെ തന്നെ കൂടുതൽ മെഡിക്കൽ കോളേജുകളിൽ ഇപ്പോൾ സീറ്റ് വന്നല്ലോ. ഇതല്ലേ വാദം? അത് തന്നെ വാദം. അങ്ങനെയെങ്കിൽ ശൈല ടീച്ചറിന്റെ മറുവാദത്തിനുള്ള മറുപടി, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് 6 മെഡിക്കൽ കോളേജുകൾ 15 ലക്ഷം വെച്ച് വാങ്ങിയപ്പോഴോ ആ സീറ്റുകൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ ഇങ്ങോട്ട് വാങ്ങി എടുത്തിരിക്കുന്നത്. 21 കോളേജുകൾ ഒപ്പിട്ടത് ചെറിയ വിജയമല്ലല്ലോ. അവർ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ എന്ന നിലയിൽ ന്യൂനപക്ഷ അവകാശം സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി കോടതി വഴി പോയിട്ട് വന്നതാണ്. ഇവിടെ ചോദിച്ച ചോദ്യം, ശ്രീ വേണു ചോദിച്ചത് തന്നെയാണ് പ്രസക്തമായ ചോദ്യം. ഹൈക്കോടതിയിൽ ഒരു വിധി വന്നു. സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയിൽ വിധി വന്നാൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കണം. സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തു. ശ്രീ വേണു തന്നെ പറഞ്ഞു, ഞാൻ ആവർത്തിക്കേണ്ടത്, മധ്യപ്രദേശ് കൊടുത്തു, മഹാരാഷ്ട്ര കൊടുത്തു, എന്താ കേരളം എന്താ കൊടുക്കാതിരുന്നത്? അതിനുള്ള മറുപടി മന്ത്രി പറയട്ടെ. അതിന് തൊട്ട് മുമ്പ് ശ്രീ തിരുവഞ്ചൂർ ഈ ചോദ്യം ബാക്കി കിടക്കുകയാണ്. അങ്ങ് പറയുകയുണ്ടായി 6 മെഡിക്കൽ കോളേജുകൾ ന്യൂനപക്ഷ പദവി കോടതിയിൽ നിന്ന് നേടിക്കൊണ്ട് സ്വന്തം നിലയിൽ പോവുകയായിരുന്നുവെന്ന്. പ്രവേശന നടപടികളെ പറ്റി ആക്ഷേപം വന്നില്ലേ സാർ? 15 കോടി വെച്ച് വാങ്ങുന്നു, 15 ലക്ഷം വെച്ച് വാങ്ങുന്നു എന്ന് പറഞ്ഞില്ലേ? എന്തുകൊണ്ട് ഇടപെടാതിരുന്നു? ആ സമയം ഞാൻ പറഞ്ഞല്ലോ, അന്ന് ന്യൂനപക്ഷ അവകാശത്തെക്കുറിച്ച് പറഞ്ഞു നോക്കുകുത്തിയായിരുന്നത് അല്ല, ന്യൂനപക്ഷ അവകാശത്തെക്കുറിച്ച് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ അഥവാ അവിടെ ഒരു തകരാറ് ഉണ്ടായിന്ന് തന്നെ ഇരിക്കട്ടെ, ഈ പ്രാവശ്യം ഈ ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്താ? ഗവൺമെൻറ് സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടത് അതുകൂടി നിയമത്തിന് വിധേയമാക്കത്തക്ക വിധത്തിൽ ഒന്നുകിൽ നിയമനിർമ്മാണം. അതിനുള്ള സമയമില്ല എന്ന് പറയുന്നു. ഒരുപക്ഷെ നാളത്തെ സുപ്രീം കോടതി വിധി മറ്റൊരു രൂപത്തിലാണ് വരുന്നതെങ്കിൽ അവരതും ആലോചിക്കും. മാത്രമല്ല, നമുക്കിനി ഏകീകൃത നീറ്റിൽ നിന്നാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് അടുത്ത വർഷം എന്തായാലും ഈ രൂപത്തിൽ പോകാനേ കഴിയില്ല, നിയമനിർമ്മാണം അടക്കം വേണ്ടി വരും. അതിനു മുമ്പ് ശ്രീ തിരുവഞ്ചൂർ, ഇവിടെ 6 പേരുടെ കാര്യം പറയുന്നു. ഇവിടെ 21 മാനേജ്മെൻറ്റുകളെ ഇവർക്ക് വരുതിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു, സമ്മതിക്കുന്നു ഉയർന്ന ഫീസാണെന്ന്. പക്ഷേ അപ്പോൾ ഒരു മറുവാദമുണ്ട്. നിങ്ങൾ ഈ ഒറ്റയ്ക്ക് നിന്നിരുന്ന ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളെ 3 വർഷം ഒരു കരാറിൽ കൊണ്ടുവന്ന് ഇടുകയുണ്ടായല്ലോ. ഏകീകൃത ഫീസാണ് നിങ്ങൾ അംഗീകരിച്ചത്. കേക്കോ, 3 വർഷത്തേക്ക് ഏകീകൃത ഫീസ്. അവിടെയാണ് ശ്രീമതി ശൈലജ ചോദിക്കുന്നത്, അത് ശരിയായൊരു നടപടിയാണോ? ഈ ഫീസ് ഇത്രയും രൂപത്തിൽ കൂട്ടിക്കൊടുക്കാൻ കഴിയുമായിരുന്നു എന്ന് വരികിൽ അവിടെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് പോകില്ലായിരുന്നല്ലോ. അവർക്ക് വേണ്ടത് എന്താ? അവർക്ക് വേണ്ടത് ഈ ഫീസ് കൂടുതൽ കിട്ടുക എന്നുള്ളതാണ്. അന്ന് 1,38,000 രൂപ 10% വർധനവോടുകൂടി വേണു വളരെ കൃത്യമായി പറഞ്ഞതുപോലെ 47,000 രൂപയുടെ വർധന ഏറ്റവും അവസാനം വന്നു. ഇവിടെ ഒറ്റയടിക്ക് 65,000 രൂപ കൂട്ടിക്കൊടുക്കുമെങ്കിൽ അവർ കോടതി പോകുന്നല്ലോ. 10% വർധനമെന്നത് കരാർ ഒപ്പിട്ട മാനേജ്മെൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ചോദ്യം ബാക്കി നിൽക്കുന്നത് ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾക്ക് 4.8 ലക്ഷം 4.8 ലക്ഷം എന്ന ഏകീകൃത ഫീസാണ്. അവിടെയാണ് ശ്രീമതി ശൈല ടീച്ചർ ചോദിക്കുന്നത്, 15 ലക്ഷം വാങ്ങുന്നവരെ നിർബാധം അത് വാങ്ങാൻ വിട്ട പരാതികൾക്ക് മേൽ നോക്കുകുത്തിയായിരുന്ന കഴിഞ്ഞ ഗവൺമെന്റിനെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് 4.8 ലക്ഷം വെച്ച് വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പാവപ്പെട്ടവർക്ക് അവർ സബ്സിഡി എടുക്കുമെന്ന് പറഞ്ഞു, അത് വിശ്വസിക്കാൻ കഴിയുമായിരുന്നോ? ഞാൻ ഈ ഗവൺമെൻറ് മൈൻഡ് പറയാൻ വേണ്ടി ഒരു കാര്യം, പരിയാരം മെഡിക്കൽ കോളേജിന് പണം കൊടുത്തതാരാ? ഭൂമി കൊടുത്തതാരാ? ഗ്രാൻഡ് കൊടുക്കുന്നതാരാ? എല്ലാം കൊടുക്കുകയല്ലേ. എന്നിട്ട് എന്തിനാ പരിയാരം മെഡിക്കൽ കോളേജിൽ 2.5 ലക്ഷം രൂപ? ഒറ്റ ചോദ്യമാണ് ശ്രീമതി ശൈലജ, അതിനുള്ള മറുപടി ശ്രീ തിരുവഞ്ചൂരിനുള്ള മറുപടി. അല്ല, ഞാൻ തിരുവഞ്ചൂർ പറഞ്ഞ എല്ലാ കാര്യവും ജനങ്ങളാകെ കേൾക്കുന്നുണ്ട്, ഞാൻ പറയുന്ന കാര്യവും കേൾക്കുന്നുണ്ട്. 65,000 രൂപ കൂട്ടി എന്നുള്ള ആരോപണമാണ്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഈ 50 സീറ്റിലെ 20 സീറ്റ് ഇതിലെ BPL-നും SC/BC-ക്കും 5 പൈസ കൂട്ടിയിട്ടില്ല. 25,000-ന് പഠിക്കുകയാണ്. ബാക്കി വരുന്ന ഇടത്തരവും ഉയർന്ന ഇടത്തരവുമായിട്ടുള്ള വിഭാഗം വരുന്ന ആ 30 സീറ്റിലാണ് ഈ പറയുന്ന 2.5 ലക്ഷമാക്കിയിട്ടുള്ളത്. അത് ഈ നാട്ടിലെ ജനങ്ങളാകെ ചിന്തിക്കട്ടെ, വളരെ വലിയ അന്യായമാണോ എന്ന്. ഒട്ടും കൂട്ടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ അങ്ങനെ കൂട്ടേണ്ടതായി വന്ന സാഹചര്യം ഈ നീറ്റ് മെറിറ്റിൽ നിന്ന് എടുക്കേണ്ടി വന്നതാണ്. തിരുവഞ്ചൂർ പറഞ്ഞു, ഒറ്റ ശ്വാസത്തിൽ ടീച്ചറെ ന്യായീകരിക്കുന്നു. ഞാനൊരു മാനേജ്മെൻറ്റിനെയും ന്യായീകരിക്കുന്നില്ല. പക്ഷേ എൻ്റെ താല്പര്യം, ഗവൺമെൻറ്റിൻ്റെ താല്പര്യം, കൂടുതൽ മെറിറ്റ് സീറ്റുകൾ 25,000-നായാലും 2.5 ലക്ഷത്തിനായാലും 11 ലക്ഷം കൊടുക്കുന്നതിന് അല്ലെങ്കിൽ 8.5 ലക്ഷം കൊടുക്കുന്നതിന് പകരം 2.5 ലക്ഷത്തിന് പഠിക്കാൻ കഴിയുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന താല്പര്യമെടുത്ത ഞാനാണോ തെറ്റുകാരി? 6 കോളേജുകളിൽ 15 ലക്ഷം വാങ്ങിയിട്ടും ഒരു നടപടി എടുക്കാത്ത ന്യൂനപക്ഷത്തിന്റെ കാര്യം എന്താ? ആ ന്യൂനപക്ഷവതി ഇപ്പോഴില്ലേ? ടീച്ചർ 1.25 ലക്ഷമായിരുന്നു പരിയാരത്ത് കഴിഞ്ഞ വർഷം, ഇപ്പോൾ അത് 2.5 ലക്ഷമായിരിക്കുകയാണ്. അതിന്റെ നീതീകരണം എന്താണ്? അവിടെ മറ്റൊരു സാഹചര്യമല്ലേ ഇതില്? ഞാൻ പറയാം,
ഇതിൽ പരിയാരം മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് ഏറ്റെടുക്കും എന്ന് കഴിഞ്ഞ ഗവൺമെൻറ് പറഞ്ഞെങ്കിലും ഏറ്റെടുത്തില്ല. ഞങ്ങൾ അത് ഏറ്റെടുക്കാൻ കഴിയുമോ എന്നുള്ള ചർച്ച നടത്തുകയാണ്. എന്തായിരിക്കണം അതിൻ്റെ നടത്തിപ്പ് എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ വന്നിട്ടിപ്പം 3 മാസം കഴിഞ്ഞ് 4ാമത്തെ മാസമല്ലേ ആയിട്ടുള്ളൂ. ആ പരിയാരം മെഡിക്കൽ കോളേജ് ഈ സ്വാശ്രയ മാനേജ്മെൻറ്റുകൾ ഒപ്പുവെച്ചതിൻ്റെ കൂടെ സർക്കാരിനോട് കരാറുണ്ടാക്കുന്ന കോളേജാണ്, സർക്കാരുമായിട്ട് എഗ്രിമെൻ്റ് വെക്കുന്ന കോളേജാണ്. ആ എഗ്രിമെൻറ്റിനകത്ത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ആ എഗ്രിമെൻറ്റിന് സ്വാശ്രയ മാനേജ്മെൻറ്റിൻ്റെ എഗ്രിമെൻറ്റിൻ്റെ കൂടെ പരിയാരത്തിനെ കൊണ്ട് എഗ്രിമെൻറ്റ് വെക്കാറുണ്ട്. ഇത്തവണയും പരിയാരത്തിനെ കൊണ്ട് എഗ്രിമെൻറ്റ് വെച്ചു. പരിയാരം ക്യാപിറ്റേഷൻ ഫീ വാങ്ങാറില്ല. പരിയാരത്തിന് നിശ്ചയിച്ചു കൊടുത്ത ഫീസ് വാങ്ങിയിട്ട് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന കോളേജാണ്. ടീച്ചർ ഇവിടെ സംശയം വരുന്നത് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, സർക്കാരിൻ്റെ ഗ്രാൻഡ്, സർക്കാരിൻ്റെ കെട്ടിടം, സർക്കാരിൻ്റെ സ്ഥലം, ഇതെല്ലാം കൂടെയാണ് പരിയാരം. അതല്ലാതെ ഇപ്പോൾ സർക്കാർ ഏറ്റെടുക്കുന്നോ ഇല്ലയോ എന്ന ഏറ്റവും ഒടുവിലത്തെ ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരത്തിൽ നിൽക്കുന്ന ഒരു വിഷയമല്ല അത്. 1. 2, ഇവിടെ UDFൻ്റെ സമിതി ഭരിച്ച കാലവും ഇന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുകയുണ്ടായല്ലോ സഭയിൽ. അന്നുണ്ടായിട്ടില്ലല്ലോ ഈ ഫീസ് വർധന, അന്നുമുണ്ടല്ലോ പരിയാരത്തിന് ഇത്തരം പരാധീനതകൾ. മിനിസ്റ്റർ മറുപടി.